കടുത്ത പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിന് നേരിടേണ്ടി വരും. രക്തം ചൊരിയുന്ന ആളുകൾ, കൊലപാതകം ചെയ്ത ആളുകൾ, 10,000-കണക്കിന് സത്യവിശ്വാസികളെ വെറുതെ കൊന്ന ഭരണാധികാരികളുണ്ട്. പേരിൽ അവരൊക്കെ മുസ്ലിമാ. വഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അല്ലാഹുവിലേക്കാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ആള്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന ആള്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അന്നത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്, മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് എന്ന് പറയുന്ന അല്ലാമ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാൻ, മീം അലിഫ് ഹാ അലിഫ്, മഹാനാണ്. അതൊരു മഹാനായ മനുഷ്യനാണ് ഈ മഹാൻ എന്ന് പറയുന്ന മഹാൻ. മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വന്ന പരീക്ഷണം എന്താണെന്നറിയോ? നേതൃത്വം ഏറ്റെടുക്കണം എന്നാ പറഞ്ഞത്. നേതാവാകണം, ഖാദിയാകണം, ജഡ്ജാകണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ജഡ്ജായി മാറണം, എൻ്റെ അധികാരത്തിലെ ജഡ്ജ് നിങ്ങളാവണം. ഏകാധിപത്യ ഭരണം എന്ന വിഷയം എന്താണെന്നറിയോ? ഏകാധിപതികൾക്ക് വേണ്ടി ജഡ്ജിമാർ അവർക്ക് അനുകൂലമായി വിധി പറയാൻ തുടങ്ങും. അവർക്കും പേടിയാവും, മനുഷ്യന്മാർക്ക് ജീവനെ പേടിയല്ലേ? ആ ഒരു തരത്തിലേക്കാണ് നമ്മുടെ ഇനിയുള്ള ഇന്ത്യയുടെ ഭാവി. ഒരുപക്ഷെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ തന്നെയാണ് ഇനി ഒരു റൗണ്ട് കൂടെ വരാൻ പോകുന്നതെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ലോകമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഭാവി എങ്ങോട്ടാണ് ഭാരതം പോകുന്നത് എന്ന് പിന്നെ കണ്ടറിയേണ്ടി വരും. പിന്നെ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ നിലവിളിച്ച് കരയുകയും പിന്നെ കുറേ വാട്സപ്പ് മെസ്സേജ് വിട്ടിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഇത് കളിയല്ല, കാര്യമാണ്. നമ്മുടെ മുമ്പിലുള്ള വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹു ഈ ഉമ്മത്തിൻ്റെ ഭാവി സുരക്ഷിതമായ കൈകളിൽ അള്ളാഹു ഏൽപ്പിക്കട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭാവി ജനാധിപത്യ സംവിധാനങ്ങളിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ, ഒരു സെക്യുലർ ചിന്താഗതിക്കാരുടെ കൈകളിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ദുആയിരക്കുകയാണ്. ഇല്ലെങ്കിൽ ഇനി മുതൽ പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കണ്ട എന്നും ജമാഅത്തായി ഒരുമിച്ച് കൂടുന്ന സംവിധാനങ്ങൾ ഒരു ജുമുഅയോ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് നിർത്തേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മറ്റു മുസ്ലിം പേരുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനക്കാർ ദയവ് ചെയ്ത് അള്ളാഹുവിനെ വിചാരിച്ച് ഭിന്നിപ്പിക്കുന്ന പണിക്ക് നിൽക്കരുത്. നമ്മുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകൾ ഇവിടെ ദീനനുസരിച്ച് ജീവിക്കുന്നവരായി കഴിയേണ്ടവരാണ്. അതിനൊന്നും പറ്റാത്തൊരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നത് നമുക്ക് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും കടുത്ത താക്കീതാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉണർന്നിരിക്കുക. ഇതിന് ഇനി പറയാൻ ഒരവസരമോ കേൾക്കാനൊരു സാഹചര്യമോ ഇനി കിട്ടാതെ പോവരുത്. അതുകൊണ്ട് പറയാൻ, അള്ളാഹുവിന് വേണ്ടി പറയാൻ, അത് പറയാൻ എനിക്ക് ഒരു നാണമോ പേടിയോ, ഇനി അതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇത് ഈ ഉമ്മത്തിൻ്റെ അനിവാര്യമായൊരു വിഷയമാണ്. നമ്മൾ ഒരുപാട് ചരിത്രങ്ങളിലൂടെ കടന്നു പോകുന്നു. തിന്മകളെ നന്മകളെ കൊണ്ട് പ്രതിരോധിക്കേണ്ട സമയമാണ്. പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പാഠം പഠിക്കേണ്ടവരാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ്, മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, മഹാനെ, നിങ്ങൾ ദീനുള്ള ആളാണ്, വിജ്ഞാനമുള്ള ആളാണ്, നിങ്ങൾ നന്മയുള്ള ആളാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ ഭരണാധികാരത്തിൻ്റെ സുപ്രീം ജഡ്ജായിട്ട് നിയമിക്കാൻ പോവുകയാണ്. മുസ്ലിം ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്, ആ ഒരു സ്ഥാനമൊക്കെ അപേക്ഷിച്ച് ജോലിക്ക് കൊടുത്തിട്ട് കിട്ടുകയല്ല, അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, നിങ്ങളത് എടുത്തേക്കണം. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉമ്മത്തിൻ്റെ മുൻഗാമികളിൽ കാണുന്ന പാഠം നോക്കണം. അധികാരികളിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറ്റാനോ അധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്ന തരത്തിൽ അവരുടെ പിന്നാലെ പോകുന്ന ഒരു പാരമ്പര്യം ഈ ഉമ്മത്തിനില്ലായിരുന്നു. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറഞ്ഞു, ഞാനോ എന്നെയാണോ നിങ്ങൾ ജഡ്ജാക്കുന്നത്? അതെ, ഞാൻ എങ്ങനെയാണ് ജഡ്ജാകുന്നത്? 1 മുതൽ 10 വരെ എണ്ണാനറിയാത്ത എന്നെയോ ഞാൻ ജഡ്ജാവേ? ആരാടായി പറയുന്നത്? മഹാനായ അബൂ സ്വാലിഹ് അൽ മുസബ്ബിഹ് മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഒരു മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. എന്നെ പറ്റൂല, അദ്ദേഹം പറയാം, ഞാനത് നിൽക്കേണ്ട ആളല്ല. എന്തുകൊണ്ടെന്നറിയോ?
ഏകാധിപതികളുടെ ജഡ്ജായി നിന്നാൽ അവർ പറയുന്നതിനനുസരിച്ച് തുള്ളേണ്ടി വരും. അതിലൊരുപാട് ആളുകൾക്ക് ഹക്ക് നഷ്ടപ്പെടും, ഒരുപാട് ആളുകൾക്ക് നീതി നഷ്ടപ്പെടും. ഭരണാധികാരി എന്താ പറയുന്നത് അത് വിധിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് നീതി നിഷേധിക്കുന്ന അവസ്ഥ വരും. അതിനല്ലാഹുവേ ഞാൻ കാരണക്കാരൻ ആവാൻ പാടില്ല, ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു മഹാൻ എന്നവർ. അധികാരത്തിന് വേണ്ടി ഓടുന്ന കാലത്താണ് നമ്മൾ ഈ മഹാന്റെ ചരിത്രം പറയുന്നത്. എനിക്ക് വേണ്ട, ഞാൻ 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാത്ത ആളല്ലേ. ആ നേരം ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ദേഷ്യം വന്നു. ഹജ്ജാജ് ചീത്ത പറഞ്ഞു, യാ മുറായിൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന പണ്ഡിത കോലമേ എന്ന് മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി ചീത്ത പറഞ്ഞു ഹജ്ജാജ്. യാ മുറായി, മുറായി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ നടക്കുന്ന ആള് എന്നതിൻ്റെ അർത്ഥം. യാ മുറായി, അള്ളാഹ്ക്ക് വേണ്ടി ഇഖ്ലാസ് ഇല്ലാതെ ജീവിക്കുന്ന ആളെയാണ്. തൊട്ടടുത്തുണ്ട് ദിജ്ല നദി, ടൈഗ്രീസ് നദി. ബഗ്ദാദിലാണ് സംഭവം. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു വന്ന ബഗ്ദാദ്. ടൈഗ്രീസ് നദിയുടെ അടുത്ത് മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ നദിക്കരയിലേക്ക് ഓടുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു മുറായിയൻ ഫഅഗ്രിഖ്നി. നിറയെ വെള്ളമൊഴുകുന്ന, 4 ആൾക്ക് ആഴത്തിൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന ദിജ്ല നദിയുടെ ഓരത്ത് വന്ന് നിന്നിട്ട് പറയുകയാണ്, റബ്ബേ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടുകയാണ്. ഞാൻ ദുരഭിമാനിയും ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുമെന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നെ പേര് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു മോശക്കാരനാണെങ്കിൽ ഈ വെള്ളത്തിൽ നീ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ദിജ്ലയിലേക്ക് എടുത്തു ചാടിയ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ആളുകൾക്ക് വിചാരിച്ചു ഒരു മുങ്ങി മരിച്ചിട്ടുണ്ടാവും. നോക്കുമ്പോൾ ഫ്ലോട്ടായിട്ട് കിടക്കുക, മുങ്ങണില്ല. ചാവുകടലിൽ പോയി കിടന്നിട്ടുണ്ടോ? ചാവുകടലിൽ പോയവരുണ്ടെ കൈപൊക്കിയാട്ടെ. ഹോളി ലാൻഡ് ട്രിപ്പിൽ പോയൊരു മാഷാ അല്ലാഹ് 2 ആളുണ്ട് ഇവിടെ, അൽഹംദുലില്ലാ. നീന്താൻ അറിയാത്തവർക്ക് നീന്താൻ പറ്റുന്ന കടല ചാവുകടൽ, ഡെഡ് സീ, അൽ ബഹ്റുൽ മയ്യിത്ത്. ലൂത്ത് നബിൻ്റെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത് ആ സമുദ്രത്തിൻ്റെ ഓരത്തായിരുന്നു. ഫലസ്തീനിലേക്ക് കടക്കുന്ന ഭാഗമാണത്. കടന്ന താഴില്ല, അത്രയും ഉപ്പ് കൂടുതലാണ്. ഒരിക്കലും താഴില്ല. നിങ്ങൾ പത്രക്കം വായിക്കാം ഇരുന്നിട്ട്, പുസ്തകം വായിക്കുന്നവരുണ്ട്. ഒരു കസാരയെ കിടക്കണ പോലെ ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. തായില്ല. മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ദിജ്ലയിലേക്ക് ചാടിയിട്ട് വെള്ളത്തിൻ്റെ സർഫേസിൽ നിന്ന് താഴെ പോയില്ല എന്നാ, അവിടെ കടന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഇത് ചരിത്രാതീത കാലത്ത് കഴിഞ്ഞ സംഭവമല്ല, ഈ അടുത്ത കാലങ്ങളാണ്. നിബിതങ്ങളുടെ കാലശേഷമുണ്ടായ സംഭവമാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയ പ്രൗഢമായ സംഭവം. അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി പറയല്ല എന്ന് പറയാം. മഹാൻ എന്നവർ ആ വെള്ളത്തിൽ നടന്നുകൊണ്ട് കരയിലേക്ക് വന്നു. മുങ്ങണ്ടേ? അല്ലാഹുവേ, ഈ ഹജ്ജാജ് പറഞ്ഞ പോലെ ഞാനൊരു മുറായി ആണെങ്കിൽ, മുറായി എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി അള്ളാഹ്ക്ക് ഇഖ്ലാസില്ലാതെ നടക്കുന്ന ആളാണെങ്കിൽ, പടച്ചവനെ എന്നെ ഈ വെള്ളത്തിലങ്ങ് മുക്കിക്കളയണേ എന്ന് ദുആ ചെയ്ത് ഉറക്കെ പറഞ്ഞിട്ടാ ചാടിയതെന്നാ. ഇങ്ങനൊന്നും ആരും ചാടാൻ നിൽക്കണ്ട, വിവരറിയും. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചിട്ടുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹു അത് വിചാരിച്ച് നമ്മൾ കുടിക്കാൻ നിന്നാലേ പണി കിട്ടും. റോമക്കാരായ ഭരണാധികാരിയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു മഹാധൈര്യം കണ്ടിട്ട് ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ ഈമാനിൻ്റെ പരീക്ഷണമാണ്, കൈപ്പേറിയ അനുഭവങ്ങളാണ്. പക്ഷെ അതിൽ ചില മധുരമുണ്ട്. റോമക്കാർക്കെതിരെ യുദ്ധം നടക്കുമ്പോൾ റോമൻ ഭരണാധികാരി ഖാലിദ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളും നിസ്കരിക്കുന്നത് കണ്ടു. അല്ലാഹു അക്ബർ. അവ ബേക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു അക്ബർ, അവർ നിസ്കരിക്കുകയാണ്. ഖാലിദ് എന്നവർ റുക്കൂഇലേക്ക് പോകുന്നു. മുഅ്മിനീങ്ങൾ 10,000 കണക്കിന് 20,000 വരുന്ന സൈന്യം, അവർ 2 ലക്ഷം വരുന്നവരോട് യുദ്ധം ചെയ്യാനാണ് വന്നത്. അങ്ങോട്ട് 20,000 ആളുകൾ ഖാലിദ് അങ്ങയുടെ ബാക്കിൽ അല്ലാഹു അക്ബർ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ്. 20,000 ആളുകൾ ഒരുമിച്ച്. ഇതൊക്കെ റോമക്കാർ കാണാം. പടച്ചോനെ, ഇതെന്താ സൈനിക പരേഡോ? എന്തായി നടക്കുന്നത്? ഇത് മുസ്ലിമീങ്ങളുടെ നിസ്കാരമാണ്.
അയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്രേ, അല്ലമ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിലാബഹു അൽ അദബ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് അർത്ഥം വെക്കാൻ പറ്റൂല. മുഹമ്മദ് നബിതങ്ങളുടെ അനുയായികളെ നബിതങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അയാൾ സ്വഹാബികളുടെ പേര് പറയുമ്പോൾ കിലാബഹു എന്ന് പറഞ്ഞു. നായകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നബിയുടെ സ്വഹാബികളെ ചീത്ത പറഞ്ഞിട്ടേ മുഹമ്മദ് നബി അവരുടെ അനുയായികൾക്ക് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, അല്ലാഹു അക്ബർ പറയുമ്പോഴേ അവർ അല്ലാഹു അക്ബർ പറയൂ. ഇമാമു റുക്കുക്ക് പോയിട്ടേ അവർ റുക്കുയിലേക്ക് പോകാൻ തുടങ്ങൂ. ഇമാമു സുജൂദിൽ എത്തിയിട്ടേ മഅ്മൂമു സുജൂദിലേക്ക് പോകാൻ തുടങ്ങുന്നുള്ളൂ. വല്ലാത്തൊരു അച്ചടക്കം. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാലിദ് എന്നവരോട് വന്നിട്ട് ചോദിച്ചു, അല്ല ഇന്ന റസൂലക്കും യുഅല്ലിമുക്കും കുല്ല ഷൈ ഹത്തൽ ഖറാഅ. നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലേ? എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹത്തൽ ഖറാഅ, ടോയ്ലറ്റിലേക്ക് പോകേണ്ടത് എങ്ങനെയെന്ന് പോലും മുഹമ്മദ് നബി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. ഇടത് കാല് വെച്ചിട്ടാണ് കയറേണ്ടത്. കയറുന്നതിൻ്റെ മുമ്പൊരു ദിക്ർ ചൊല്ലണം. വൃത്തിയാക്കി കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലണം. പുറത്തേക്ക് വന്നാൽ ദിക്ർ ചൊല്ലണം. ശുദ്ധിയാകുമ്പോൾ ദിക്ർ ചൊല്ലണം. ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഞങ്ങളുടെ നബി പഠിപ്പിക്കുന്നുണ്ട്. അല്ല ഖാലിദേ, നിങ്ങൾ വലിയ ഈമാനുള്ള ആൾക്കാരല്ലേ? നിങ്ങളല്ലേ ഇപ്പം നിസ്കരിച്ചത്? നിങ്ങളെന്തിനാ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത്? നിങ്ങളുടെ പടച്ചവനങ്ങ് വിചാരിച്ചാൽ ഞങ്ങളെയൊക്കെ തുടച്ചു മാറ്റി നിങ്ങൾക്ക് വിജയം തന്നൂടെ? അത്രക്ക് നിങ്ങൾക്ക് പടച്ചവനിൽ വിശ്വാസമുണ്ടോ? എന്നാൽ ഞങ്ങൾ തരുന്നതൊക്കെ നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചു. കുടിക്കാം. ഞങ്ങൾ വിഷം തരും, നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാം, കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഒരു കുപ്പി വിഷം കൊടുത്തു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്. വിഷം കണ്ടെടുത്തിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു ചൊല്ലി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ നാമം ഉച്ചരിച്ച് കുടിക്കുകയാണ്. നിന്റെ നാമം എവിടെയെല്ലാം ജപിക്കപ്പെടുന്നുവോ ആ ആകാശത്തും ഭൂമിയിലും ഒന്നുമേ നിന്റെ നാമത്തിന് വിരുദ്ധമായി, നിന്റെ നാമത്തിന് എതിരായിട്ട് അവിടെ സംഭവിക്കുകയില്ലല്ലോ, ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഒരൊറ്റ കുടി കുടിച്ചു മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു. ഫമാ ദറഹു ബൽ സാദഹു നശാതൻ. ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് മാത്രമല്ല, എനർജി കൂടിയല്ല. റെഡ് ബുള്ളൊക്കെ കുടിച്ച പോലെ എന്തെന്നില്ലാത്തൊരു ഉന്മേഷം. ചെറുപ്പക്കാർ റെഡ് ബുള്ളൊന്നും കുടിക്കാണ്ടിട്ടോ കിഡ്നി പോയി പോകും. പെട്ടെന്ന് അങ്ങ് ഉന്മേഷം വരും. എനർജി ഡ്രിങ്ക് ഒക്കെ കഴിച്ച പോലെ ഖാലിദ് റളിയല്ലാഹു അൻഹു ആവേശം കൊണ്ട് തുള്ളിച്ചാടിയെന്ന. കഴിച്ചത് വിഷാണ്, പക്ഷെ ചൊല്ലിയത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നമ്മുടെ ഹദ്ദാദ് റാത്തീബിൽ കാണുന്ന ദിക്റാ മുഅ്മിനെ, ഇതൊക്കെ ചൊല്ലലും അതൊക്കെ ആചരിക്കലും അതൊക്കെ നിത്യം പതിവാക്കലും ഈ ഉമ്മത്തിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോഴല്ലേ പുതിയ ആശയക്കാരൊക്കെ വന്നിട്ട് ഒന്നും പാടില്ല, ശിർക്കാണ്, ബിദ്അത്താന്ന് പറഞ്ഞത്. ചൊല്ലിക്കോളൂ. ഹദ്ദാദ് റാത്തീബ് നമ്മുടെ വീടുകളിൽ ചൊല്ലണം. അത് ഹബീബിൻ്റെ പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് കടഞ്ഞെടുത്ത ദിക്റുകളാണ്. അതിൽ ഈ ദിക്റുണ്ട്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 പ്രാവശ്യം ചൊല്ലുന്നു അല്ലേ? യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം. കാരുണ്യവാനെ, സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും നീക്കിത്തരുന്നവനെ, ഞങ്ങളുടെ മനോവിഷമങ്ങൾ നീക്കിത്തരേണമേ. ഇതൊക്കെ ചൊല്ലുന്ന വീട്ടിൽ എന്ത് സങ്കടം ഉണ്ടാവാനാ? നമ്മൾ പതിവാക്കണം. ഖാലിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിച്ചത് കുടിക്കുകയാണുണ്ടായത്. ഫമാ ദറഹു ബൽ സാദഹു നശാതൻ. മഹാനായ ഖാലിദ് എന്നവർക്ക് ഉന്മേഷമുണ്ടാവുകയാണുണ്ടായത്. പരീക്ഷണങ്ങൾ അതിജീവിക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുമ്പിൽ മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, റബ്ബേ, ഞാനൊരു ദുരഭിമാനിയായ മനുഷ്യനാണെങ്കിൽ അള്ളാഹുവേ ഈ ദിജ്ലയിൽ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ദിജ്ലയിലെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലേക്ക് ചാടുകയും മുങ്ങിത്താഴാതെ ആ വെള്ളത്തിലൂടെ നടന്നു വരാൻ അള്ളാഹു കറാമത്ത് കൊടുത്ത് ആദരിക്കുകയും ചെയ്ത മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലം അയാൾ കരയിലേക്ക് വന്നപ്പോൾ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി ഹജ്ജാജിന്റെ ശിങ്കിടിമാർ. ആ മഹാനുഭാവനെ, ആ മഹാനായ മനുഷ്യനെ ഹജ്ജാജ് കുരിശിൽ തറക്കുകയാണുണ്ടായത്. അന്ന് കുരിശ് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉപയോഗിക്കുക. അന്നത്തെ ക്രൂരന്മാരായ ഭരണാധികാരികൾ 2 പലക അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശ് പോലെ തറച്ച് മഹാന്മാരായ ആലിമീങ്ങളെ ജീവനോടെ 2 കൈയും കാലും തലയും പിടിച്ചു കെട്ടി പട്ടിണിക്കിട്ട് കൊന്നുകളയുമായിരുന്നു. മഹാനായ ഈ മനുഷ്യനെ അങ്ങനെ
ഹജ്ജാജ് പിടിച്ചു കെട്ടുകയാണ് ഉണ്ടായത്. എന്നിട്ടും പിന്മാറി. എന്തായി ചെയ്യണമെന്നറിയോ? നിങ്ങൾ എൻ്റെ ജഡ്ജാവണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജഡ്ജാവാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ഒരു ജോലി തരാം, എനിക്ക് ആ ജോലി വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? എന്തുകൊണ്ടാണെന്നറിയോ? ഒരു അന്യായത്തിനെതിരെയും ഒരു ന്യായക്കേടിനെതിരെയും അനീതിക്കെതിരെയും ഒരു അനീതിക്കും ഞാൻ കാരണമാവാൻ പാടില്ല. എന്നെക്കൊണ്ടൊരു അനീതി ലോകത്തുണ്ടാകരുത്. ഈ ദുഷ്ടനായ ഭരണാധികാരി എന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഞാനെങ്ങാനും ജഡ്ജായി സേവനം ചെയ്യുകയാണെങ്കിൽ അയാൾ കൊല്ലാൻ വിധിക്കുന്നത് ശരിയെന്ന് ഞാൻ പറയേണ്ടി വരും. അന്യായം വിധി പറയേണ്ടി വരും. സത്യം വിളിച്ചു പറയാതിരിക്കുകയും അസത്യം നടപ്പാക്കുകയും ചെയ്യേണ്ടി വരും. അല്ലാഹുവേ, അതിനേക്കാളും നല്ലത് മരണമാണ്. ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. എന്നാലും അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ധൈര്യത്തോടുകൂടെ നന്മക്ക് നിലകൊണ്ട മഹാനുഭാവൻ. ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം ഇതാണ്. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. ശുദ്ധ ഖുർആൻ പറയാ, നിങ്ങൾ നീതിക്കൊപ്പം നിൽക്കേണ്ടവരാണ്. ولا يجرمنكم شنآن قوم على ألا تعدلوا. ഏതെങ്കിലും ഒരു വിഭാഗത്തോട്, ഏതെങ്കിലും ഒരു മതവിശ്വാസികളോട്, ഏതെങ്കിലും ഒരു രാജ്യക്കാരോട്, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ അവരോട് നീതി ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ദേഷ്യമുള്ളവരാ, പക്ഷെ അവർ നന്മ ചെയ്താൽ നന്മയാന്ന് പറയണം, തിന്മ ചെയ്താൽ തിന്മയെന്നും പറയണം. അവരുടെ നന്മയെ തിന്മയായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യരുത്. നിങ്ങൾക്ക് ദേഷ്യമുള്ളവരാണെങ്കിൽ തന്നെയും നന്മയെ നന്മയായി കാണണം. ശുദ്ധ ഖുർആൻ. ولا يجرمنكم شنآن قوم على ألا تعدلوا يعدلوا هو أقرب للتقوى. നിങ്ങൾ നീതി പാലിക്കണം. കുടുംബ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ, ഭാര്യ വീട്ടുകാര് ഭർത്താവിൻ്റെ വീട്ടുകാര് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നീതി എന്താണ്, ന്യായം എന്താണ്, അത് നോക്കിയിട്ടേ വിധി പറയാവൂ. ഞങ്ങൾ ജയിക്കണം, ഞങ്ങളുടെ വീട്ടുകാര്, അങ്ങനെ ചിന്തിക്കരുത്. ആരുടെ പക്ഷത്താണോ നീതിയുള്ളത് ആ നീതിയുടെ കൂടെ നിൽക്കാവൂ. ബൽഖറാർ എന്ന് പറയുന്ന റോമക്കാരനായ ഭരണാധികാരി മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഒരു ചാരനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ആ ചാരൻ വന്നിട്ട് ഈ റോമൻ ഭരണാധികാരിയോട് പറഞ്ഞു കൊടുക്കുന്നു, രാജാവേ, മുസ്ലിമീങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? നമ്മൾ ആരോടായി യുദ്ധം ചെയ്യാൻ പോകുന്നതെന്നറിയുമോ? ഷാമിൽ കണ്ട മുസ്ലിമീങ്ങളെ കുറിച്ച് ബൽഖറാറിനോട് ആളുകൾ, അവിടുത്തെ ചാരന്മാർ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അയാളോട്. റോമക്കാരൻ യൂറോപ്യൻ അയാളോട് പറഞ്ഞു, മുസ്ലിമീങ്ങൾ ആരാന്നറിയോ? റുഹ്ബാനും ബില്ലൈൽ ഫുർസാനും ബിന്നഹാർ. അവര് രാത്രി ഇബാദത്ത് ചെയ്യുന്നവരാണ്, പകലിൽ അവർ യോദ്ധാക്കളാണ്. വലൗ അന്ന ഇബ്ന മലികിഹിം സറഖ ലഖതഉ യദഹു. അവരുടെ സ്വന്തം രാജാവിന്റെ മകനാണ് മോഷണം നടത്തിയതെങ്കിൽ ആ മകന്റെ കൈ അവർ മുറിക്കും. രാജാവിന്റെ മകനാണെന്ന് നോക്കി നിൽക്കില്ല. വലൗ അന്ന ഇബ്ന മലികിഹിം സനാ ലറജമൂ. അവരുടെ രാജാവിന്റെ മകൻ തന്നെയാണ് വ്യഭിചരിച്ചതെങ്കിൽ ആ മകനെപ്പോലും രാജകുമാരനെപ്പോലും അവർ എറിഞ്ഞു കൊല്ലേണ്ട ശിക്ഷയാണെങ്കിൽ അത് നടപ്പാക്കിയിരിക്കും. ഇവരാ മുസ്ലിമീങ്ങൾ. അദ്ദേഹം പറയാ, ഇന്ന ബത്നൽ അർളി ഖൈറും മിൻ ളുഹ്രിഹാ മിൻ ലിഖാഇ ഹൗലാ. ഈ തരത്തിലുള്ള ആളുകളാണ് മുസ്ലിമീങ്ങളെങ്കിൽ അവരോട് പോയി യുദ്ധം ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് മരിച്ചുപോയി ഖബറിൽ കിടക്കലാണ്. അവരുടെ രാജാവിന്റെ മകൻ മോഷ്ടിച്ചാൽ പോലും അവർ കൈമുറിക്കും. അവിടെ നോട്ടല്ല. മുത്തുനബിയല്ലേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗാമിദി കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു വിഷയത്തിൽ മോഷണം നടത്തി എന്ന് തെളിയുകയും ആ പെണ്ണിന്റെ കൈമുറിക്കാൻ ഹബീബായ നബി തങ്ങൾ വിധി പറയുകയും ചെയ്തപ്പോ മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മകൻ ഉസാമ ഹിബ്ബു റസൂലില്ലാഹ് ഇബ്നു ഹിബ്ബി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ വളരെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ പ്രിയപ്പെട്ട ഒരു മകൻ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു.
ഉസാമ തങ്ങളാ പറഞ്ഞത്, നബിയേ, നല്ല തറവാട്ടുകാരാ നബിയേ, നല്ല തറവാടുള്ളവരാണ് നബിയേ. ആ പെണ്ണിന്റെ കൈ മുറിക്കപ്പെട്ടാൽ നാട്ടിൽ അവർക്ക് മാനവും. അതുകൊണ്ട് പുന്നാര നബിയേ, ആ പെണ്ണിന്റെ കൈ മുറിക്കാതെ അങ്ങേക്കൊന്ന് മാപ്പ് ചെയ്തുകൂടെ നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ നമ്മൾ അറിയണം, ഏത് തെറ്റും ആ ചെയ്ത ആളും അള്ളാഹും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങാൻ കഴിയുന്നതാണ്. പക്ഷേ ചില തെറ്റുകള്, ശിക്ഷ വിധിച്ച തെറ്റുകള്, അത് കോടതിയുടെ മുമ്പിലേക്ക് വന്നാൽ അവിടെ ശിക്ഷ നടപ്പാക്കും. മോഷണം ചെയ്തത് അയാളത് തിരിച്ചു കൊടുത്തു, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി, പൊറുക്കപ്പെടും, കൈമുറിക്കേണ്ട ആവശ്യമില്ല. വ്യഭിചരിച്ചു, തോന്നിവാസങ്ങൾ ചെയ്തു, അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹുദ പുറത്തു തന്നേക്കും. പക്ഷേ വ്യഭിചാര കുറ്റം തെളിവ് സഹിതം ഒരു കോടതിയുടെ മുമ്പിലേക്ക് എത്തിയാൽ അവിടെ കോടതി നിയമം നടപ്പാക്കും. അതാണ് എറിഞ്ഞുകൊല്ലലും 100 അടി അടിക്കലൊക്കെ. അത് കോടതിക്ക് മുമ്പിലേക്ക് വരാതെ ഒരാൾക്ക് മറച്ചു വെക്കാം, അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കോടതിയുടെ മുമ്പിലെത്തിയാൽ ഇതാണ് ശിക്ഷ എന്നല്ലാതെ വ്യഭിചരിച്ചവരെല്ലാം എറിഞ്ഞു കൊല്ലപ്പെടുന്നൊരവസ്ഥ ലോകത്തില്ല. അത് കോടതിക്ക് മുമ്പിൽ വന്ന് ഇസ്ലാമിക കോർട്ടിന്റെ ഖാദിയായ ജഡ്ജായ ആള് വിധി പറയുന്നത് അവർക്ക് മുമ്പിൽ ഒന്നുകിൽ ചെയ്ത ആള് വന്ന് സമ്മതിക്കുകയോ 4 സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് അവരും അള്ളാഹും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ മതി. പക്ഷേ കോടതിയുടെ മുമ്പിലെത്തിയാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന് എൻ്റെ മുമ്പിലെത്തിയാൽ അവിടെ നിയമം നടപ്പാക്കും. എന്തുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്നു? ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അതല്ല സംഭവിച്ചത്. നബി തങ്ങളോട് ചോദിക്കുന്നു, ഉസാമ തങ്ങൾ നബിയേ, ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഈ പെണ്ണിനെ അങ്ങ് മാപ്പ് ചെയ്തു കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസാമ അതശ്ഫഉനി ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹു നടപ്പാക്കണം എന്ന് പറഞ്ഞ ഒരു ശിക്ഷ, ആ ശിക്ഷ നടപ്പാക്കരുത് എന്ന് എന്നോട് പറയാനാണോ ഉസാമ നിങ്ങൾ വന്നത്? വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളെല്ലാം നശിച്ചു പോവാൻ കാരണം അവിടുത്തെ വിഐപികൾ തെറ്റു ചെയ്താൽ അവരെ വെറുതെ വിടും, അവിടുത്തെ പാവപ്പെട്ട ആൾ തെറ്റു ചെയ്താൽ അവരെ പിടിച്ച് ശിക്ഷിക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എൻ്റെ ഉമ്മത്തിൽ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിഐപികൾക്ക് വെറുതെ വിട, അവർ ജയിലിൽ കടന്നാൽ 5 ദിവസം കൊണ്ട് പുറത്തിറങ്ങും. പാവപ്പെട്ടവൻ 7 കൊല്ലം 10 കൊല്ലം 12 കൊല്ലം ജീവപര്യന്തം. പാവപ്പെട്ടവനൊരു നിയമവും മുതലാളിക്ക് വേറെ നിയമവും. ഉസാമ, അങ്ങനെയാണ് സംസ്കാരങ്ങൾ തകർന്നു പോയത്, അങ്ങനെയാണ് ലോകത്തെ ശത്രുതകൾ ഉണ്ടായത്, അങ്ങനെയാണ് സമുദായങ്ങൾ ചിന്നിച്ചിതറിയത്. എൻ്റെ ഉമ്മത്തിൽ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഉസാമ. വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി, സാക്ഷാൽ എൻ്റെ മകൾ, എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഞാൻ പറഞ്ഞ ഫാത്തിമതു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്. ഫമൻ അഗ്ളബഹാ അഗ്ളബനി, അവരെ ദേഷ്യം പിടിപ്പിക്കുന്നവൻ എന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നവൻ എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞ എൻ്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് ഹബീബ് പറയുമായിരുന്ന വലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത്, എൻ്റെ ആ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിൽ ലഖതഅതു യദഹാ, ഫാത്തിമയുടെ കൈയും ഞാൻ മുറിക്കും ഉസാമ. അള്ളാന്റെ നിയമം നടപ്പാക്കുന്നിടത്ത് മുഖം നോക്കാൻ കഴിയില്ല. ഞാൻ നീതി നടപ്പാക്കാൻ വന്ന അള്ളാഹുവിന്റെ റസൂലാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ഉമ്മത്ത് ഏത് പരീക്ഷണങ്ങളിലും നീതിയുടെ പക്ഷം നിൽക്കേണ്ടവരാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്നും അല്ലാഹു നിങ്ങളോട് നന്മ ചെയ്യണമെന്നും വഈതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ കുടുംബക്കാരെ സാമ്പത്തികമായി സഹായിക്കണമെന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. നീതി ചെയ്യണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, നിങ്ങൾ തോന്നിവാസം ചെയ്യരുതെന്നും വ്യഭിചരിക്കരുതെന്നും അല്ലാഹു ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് പോകരുതെന്നും വൽ ബഗി,
ആരെയും അതിക്രമിക്കരുത് എന്നും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നുണ്ട്. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ നന്മ. ഇതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്ക് ബോധമുണ്ടാവാൻ. നമ്മൾ ജുമുഅക്ക് കേൾക്കുന്നില്ല ഈ ആയത്ത് അല്ലേ? ഖുത്ബ അവസാനിക്കുമ്പോൾ 3 കാര്യം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ. 3 വിഷയം അള്ളാഹു നിരോധിച്ചു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അവിടെ വഖഫ് ചെയ്യേണ്ടത്. എന്നിട്ട് യഅലുക്കും വൽ ബഗി യഅലുക്കും മതി പറയാറുണ്ട് അല്ലേ? വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അവിടെ വേണമെങ്കിൽ നിർത്താം. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. കാരുണ്യവാനായ ഹബീബായ റസൂലുള്ളാഹ് അർറഹീമായ നബി തങ്ങൾ അർറഹ്മത്തുൽ മുഹ്ദാ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കുടുംബത്തിലാണെങ്കിൽ പോലും നീതിയാണ്. ഒരു മനുഷ്യനോടും വിവേചനമില്ല. മനുഷ്യർക്ക് നീതി ഒരുപോലെ, ജീവന വില ഒരുപോലെയാണ്. അതുകൊണ്ട് ഒരു അന്യായത്തിനും കൂട്ടുനിൽക്കാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫേ, നിന്റെ സുപ്രീം കോർട്ട് ജഡ്ജായി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് ആ ഒരു പദവി ഏറ്റെടുക്കാത്തതിൻ്റെ പേരിൽ ബഗ്ദാദിൻ്റെ തെരുവുകളിൽ മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി കുരിശിൽ തറക്കപ്പെട്ട് തൂങ്ങിക്കിടന്ന് വഫാത്തായ മനുഷ്യനാണ്. ആ മഹാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് മുതഅല്ലിമീങ്ങളവിടെ കാണാൻ വന്നു. അപ്പോൾ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കുക. മഹാനായ താബിഈയായ മഹാനെ നോക്കുമ്പോൾ മുതഅല്ലിമീങ്ങളോട് ആ മഹാൻ പറഞ്ഞു, മുതഅല്ലിമീങ്ങളെ, അന്നത്തെ വലിയ മുതഅല്ലിമീങ്ങൾ ഭാര്യകായി പോകുന്ന ആൾക്കാർ തന്നെയാണ്. അവരോടാ പറയണത്, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? ലാ അൻകർതും വലാ മനഅതും. നിങ്ങളൊരു തിന്മയെ എതിർക്കുകയോ ഒരു തിന്മയ്ക്കെതിരെ സംസാരിക്കുകയോ ചെയ്യാതെ എന്നെ ഇവിടെ കെട്ടിക്കൂട്ടി നിൽക്കുന്നതും നിങ്ങൾ കണ്ടു നോക്കി നിൽക്കുകയാണോ? അത്ഭുതം കാണുന്ന പോലെ. അഖാഫു അൻ യുനസ്സിലല്ലാഹു അലൈക്കും അദാബഹു. അല്ലാഹു നിങ്ങളുടെ തലയിലേക്ക് അദാബ് ഇടുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. പോയി കിതാബ് ഓതി പഠിച്ചോളൂ മക്കളെ, എന്നെ കാണാൻ എന്തിനാ മുഖം നോക്കി നിൽക്കുന്നത് എന്ന് ആ സമയത്ത് പോലും സജ്ജനങ്ങൾക്ക് വേണ്ടി സന്മാർഗത്തിൻ്റെ സാരോപദേശം കൊടുക്കാൻ മറന്നുപോകാതെ നന്മയിൽ ഉറച്ചു നിന്ന ഏത് പരീക്ഷണത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലും ഈമാൻ മുറുകെ പിടിച്ച് ന്യായത്തിന് വേണ്ടി ജീവിക്കുകയും അന്യായത്തെ എതിർക്കുകയും അന്യായമായി തരുന്ന ഒരു സ്ഥാനവും എനിക്ക് വേണ്ടെന്ന് പറയുകയും ചെയ്ത് ഈ ഉമ്മത്തിന് മഹിതമായ മാതൃക കാണിച്ച മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അക്രമത്താൽ മരണപ്പെട്ടു പോയ താബിഈയാണ്. ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം ഇങ്ങനെയാണ്. ഇത് സുശക്തമായ ഉമ്മത്താണ്. ഈ ഉമ്മത്ത് നന്മയാണ് നമ്മുടെ ശക്തി, ഇബാദത്താണ് നമ്മുടെ കരുത്ത്, നീതിയാണ് നമ്മുടെ പാഥേയം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ഉമ്മത്തിനെ തുരത്തിയോടിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. നമ്മൾ നമ്മളായിട്ട് നിന്നാൽ. വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹുവിൽ ശരിക്കും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ട്, ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഉത്ബോധനം നൽകുകയാണ്. ഖത്ലേ ഹുസൈൻ ദർ അസ്ൽ മർഗെ യസീദ് ഹൈ. ഖത്ലേ ഹുസൈൻ ദർ അസ്ൽ മർഗെ യസീദ് ഹൈ. इस्लाम जिंदा होता है हर करबला के बाद. 3 സ്വലാത്ത് ചൊല്ലി. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മൾ അറിയുന്നുണ്ടോ, നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും ആ സ്വലാത്ത് മദീനയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഹബീബിൻ്റെ മലക്കുകൾ അതും കൊണ്ട് ഇവിടെ നിന്ന് യാത്രയാകുന്നുണ്ട്. അവർ വളരെ പെട്ടെന്ന് യാത്ര ചെയ്യുന്നവരാ. സെക്കൻഡ് വേണ്ട അവിടെ എത്താൻ. ഒരു സ്വലാത്തും കൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ
സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. മഹാനായ അഹ്മദുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് മറ്റൊരു ചരിത്രമാണ്. മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഗൽഭനായ ശിഷ്യൻ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ, അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ശ്രേഷ്ഠനായൊരു മഹാനുഭാവൻ. വിശുദ്ധമായ ഖുർആനിനെ കുറിച്ചൊരു ചർച്ച നടന്നുകൊണ്ടിരുന്നുവെന്ന്. അള്ളാഹുവിൻ്റെ കലാം സൃഷ്ടിയാണോ അതല്ല സ്രഷ്ടാവിൻ്റെ സൃഷ്ടിയല്ലാത്ത കലാമാണോ? നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പ്രയാസമുള്ളൊരു വിഷയമാണത്. പെട്ടെന്ന് അങ്ങ് എന്തായി പറയണതെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മുടെ സംസാരം പോലെ അല്ലല്ലോ അള്ളാഹുവിൻ്റെ സംസാരം. നമ്മുടെ ശരീരം പോലെയല്ല അള്ളാഹുവിൻ്റെ ദാത്ത്. അതെന്നുമുള്ളതാണ്, അസലിൽ നിന്ന് അബദിലേക്ക്. നമ്മളങ്ങനെയല്ല. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഇനിയൊരു ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ടാവും. അത് നമ്മളറിയില്ല എന്ന് മാത്രം. നമ്മളെ കാലശേഷം പറയും ഇന്ന ദിവസം മരിച്ചു. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഇപ്പോൾ DOB നമ്മൾ അറിയണുള്ളൂ. ഇനിയൊരു DOD ഉണ്ട്, ഡേറ്റ് ഓഫ് ഡെത്ത്. അത് നമ്മളെ കൊണ്ടുപോയി കിടത്തിയാൽ പിന്നെ മുതൽ അതാ. സുബ്ഹാനല്ലാഹ്. അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി. ശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ? അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമ്മുടെ സംസാരവും സൃഷ്ടിയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നതൊക്കെ സൃഷ്ടിയാണ്. അള്ളാഹു പടച്ചതല്ലേ, അള്ളാഹു പടച്ചതാണ്. പക്ഷെ അള്ളാഹിൻ്റെ കലാം ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസാഫിൻ്റെ ചട്ടയെക്കുറിച്ചോ പേപ്പറിനെ കുറിച്ചോ അല്ല ഈ പറയണത്, എഴുതുന്ന മഷിയെക്കുറിച്ചോ അല്ല. നമ്മൾ ഓതുന്ന അള്ളാഹുവിൻ്റെ കലാം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, ഈ കലാം സൃഷ്ടിയല്ല എന്നാണ്. അത് അള്ളാഹുവിൻ്റെ കലാമ. അള്ളാഹ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. അള്ളാഹിൻ്റെ വിശേഷണമാണ് സംസാരം. അള്ളാഹിൻ്റെ കലാം അതും സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇതാണ് നമ്മുടെ അഹ്ലുസുന്നയുടെ അഖീദ. നമ്മുടെ വിശ്വാസം അതാണ് അതിൻ്റെ ശരിയായ രീതിയും. പക്ഷേ അന്നത്തെ മുഅ്തസിലി വിഭാഗം എന്ന് പറഞ്ഞാൽ അന്നത്തെ പുത്തനാശയക്കാർ, അവരൊരു വാദം കൊണ്ടുവന്നു ഖുർആൻ സൃഷ്ടിയാണ് പറഞ്ഞു. പറയേണ്ടത് പറയാലോ, ഖുർആൻ സൃഷ്ടിയാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ വിട്ടുകൊടുത്തില്ല. അല്ല എന്ന് പറഞ്ഞു, ആണ് എന്ന് പറഞ്ഞു, അല്ലെന്ന് പറഞ്ഞു അഹ്മദ് ബിൻ ഹംബൽ എന്ന്. എന്തിനാണെന്നറിയോ? ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വന്നാൽ സൃഷ്ടിക്കപ്പെടുന്നതിൽ മാറ്റം വരാം. അപ്പൊ ഖുർആനിൽ മാറ്റം വരുത്തണം എന്ന് പറയാനാ അവരാ വാദം കൊണ്ടുവരുന്നത്. അതിൻ്റെ പൊരുളതാണ്. ഖുർആനിൽ ഒരു അക്ഷരം, ഒരു ഹർഫ് ഖുർആനിൽ ഏറിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല എന്നാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഖുർആനെ സംബന്ധിച്ചൊരു പ്രഭാഷണം നടത്തിയിരുന്നു. നിങ്ങൾ ലൈവൊക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മദ്രാസിലായിരുന്നു, ചെന്നൈയിൽ. ഖുർആനിൻ്റെ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിലൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്തു വന്ന അവസാനത്തെ കൺക്ലൂഷൻ അതായിരുന്നു. ഒരക്ഷരം ഖുർആനിൽ ഏറിയിട്ടുണ്ടെങ്കിൽ ഖുർആനിലെ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ ഇല്ലാതെയാവും. ഒരായത്തോ ഒരു കെലിമത്തോ ഏറിയിട്ടുണ്ടെങ്കിൽ അത്രയും അത്ഭുതകരമായി അള്ളാഹുവിൻ്റെ ഖുർആനിലെ അക്കങ്ങളുടെ അത്ഭുതങ്ങളായിരുന്നു അവിടുത്തെ കഴിഞ്ഞ ആഴ്ചത്തെ വിഷയം. ഒരക്ഷരം, ഒരു ഹർഫ്, എന്തുകൊണ്ട്? അത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവാത്ത അള്ളാഹുവിൻ്റെ അസലിയായ കലാമാണ്. അങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അന്നത്തെ മഅ്മൂൻ, ഖലീഫ മഅ്മൂൻ മുഅ്തസിലിയാണ്. അമീൻ മഅ്മൂന്നൊക്കെ കേട്ടിട്ടില്ല? അന്ന് ഉസ്താദിൻ്റെ ചെരുപ്പെടുത്തൊക്കാൻ വേണ്ടിയിട്ട് മത്സരിച്ചു എന്നൊക്കെ മദ്രസിൻ്റെ കിതാബിലൊക്കെ ഉള്ള ആ അമീൻ മഅ്മൂൻ മുഅ്തസിലി ആശയക്കാരനാണ്. അന്നത്തെ പുത്തനാശയക്കാരനാണ്. അഹ്ലുസുന്നയുടെ ആശയത്തിലല്ല. അയാളുടെയും അയാൾക്ക് ശേഷം വന്ന അൽ വാസിഖു ബില്ലാ, അന്നത്തെ ഭരണാധികാരിൻ്റെ പേരാണ്. ഇവരൊക്കെ അന്നത്തെ ആലിമീങ്ങളെ നന്നായി ശിക്ഷിച്ചിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ എന്നവരൊക്കെ 40 കൊല്ലം ജയിലിലാണ് കടന്ന്. 40 എന്തിനെന്നറിയോ? ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വാദിച്ചതിൻ്റെ പേര്. ഒരാളെ കൊന്നിട്ടൊന്നുമല്ല ഈ പോകുന്നത്. 40 കൊല്ലം ജയിലിൽ കടന്നത് ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വാദിച്ചതിൻ്റെ പേരിൽ. എന്തായിരിക്കും ആ ഈമാനൊക്കെ? നമ്മളില്ല സാറേ എന്ന് പറഞ്ഞ് പോരൂലേ? അടി കിട്ടാൻ നിൽക്കുമ്പോൾ തന്നെ സമ്മതിച്ചു കൊടുത്ത് പോരാണ്. അടിയിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോരാലോ എന്ന്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ വല്ലാതെ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാ. അവരുടെ ശിഷ്യനാണ്
മഹാനായ അഹ്മദുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി, വാസിഖ് ബില്ലാഹ് എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഞങ്ങളുടെ ആശയത്തിലേക്ക് വരണം പറഞ്ഞ് വിട്ടുകൊടുക്കൂല. അടിച്ചു, വിട്ടുകൊടുത്തില്ല. പിടിച്ച് ജയിലിലിട്ടു, എന്നിട്ടും വിട്ടുകൊടുത്തില്ല. അങ്ങനെ വാസിഖ് ബില്ല ചോദിച്ചു, അല്ല അഹ്മദ് ഇബ്നു നസ്റേ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊക്കെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? ആയത്തും ഹദീസും നിരച്ചു വെച്ച് എനിക്ക് പറഞ്ഞുതാ. അന്നത്തെ പുത്തനാശയക്കാർ ഇന്നത്തെ പുത്തനാശയക്കാരുടെയും രീതി അതാ. അവർക്ക് മനസ്സിലാകാത്ത വിഷയം ഹദീസിലോ ഖുർആനിലോ കണ്ടില്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് പിന്നെ ദീനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തരം വിവരമില്ലായ്മ എന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ദീനിൻ്റെ പ്രമാണങ്ങൾ അത് രണ്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് ദീനിൻ്റെ ഉസൂലുകൾ പഠിച്ചവർക്കറിയാം. സ്വഹാബികളുടെയോ താബിഈങ്ങളുടെയോ വീക്ഷണങ്ങൾ, ആലിമീങ്ങളുടെ വീക്ഷണങ്ങൾ, റഈ സ്വഹാബ, ഇസ്തിഹ്സാനും മസാലിഹുൽ മുർസലയും റഈ സ്വഹാബയും ഉറുഫും, ഇതൊക്കെ ദീനിൻ്റെ പ്രമാണങ്ങളാണ്. ഇജ്മാ, ഖിയാസുകൾ ഇതൊന്നുമല്ല പറയാം. ഖുർആൻ ഹദീസിനെ പുറത്തുള്ളത് ഞങ്ങളൊന്നും അംഗീകരിക്കൂല. ദീനിൻ്റെ പ്രമാണങ്ങൾ അറിയാത്തത് കൊണ്ടുള്ള ഒരു ചെറിയ നിരപരാധിത്വം കൊണ്ടും ഹൃദയ തെളിമ കൊണ്ടും അധികമൊന്നും പഠിച്ചില്ലാത്തതിൻ്റെ പേരിൽ വന്നുപോകുന്ന അബദ്ധങ്ങളാണ്. ഇരിക്കട്ടെ, തെളിവ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആയത്തും ഹദീസും പറഞ്ഞു കൊടുത്തു. അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ തങ്ങൾ, വാസിഖ് ബില്ലാഹ് എന്ന് പറയുന്ന ഭരണാധികാരി, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് വാദിച്ചപ്പോൾ സൃഷ്ടിയല്ല എന്ന് മറുവാദിച്ചുകൊണ്ട് മഹാനവറുകൾ തെളിവ് നിരത്തിയ കൂട്ടത്തിൽ പറഞ്ഞു, ഇന്ന ഖുലൂബൽ ഇബാദി ബൈന ഇസ്ബുഐനി മിൻ അസ്വാബിഇർ റഹ്മാൻ യഖ്ലിബുഹാ കൈഫ യശാ. ഒരു ഹദീസ്, ഇന്ന ഖുലൂബൽ ഇബാദി ബൈന ഇസ്ബുഐനി മിൻ അസ്വാബിഇർ റഹ്മാൻ, മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. യഖ്ലിബുഹാ കൈഫ യശാ, അത് എങ്ങനെയും തിരിച്ചും മറിച്ചുമാക്കാൻ അള്ളാഹുവിന് കഴിയും എന്ന്. അള്ളാഹ്ക്ക് വിരലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ആ വിരല് അള്ളാഹുവിൻ്റെ കയ്യ്, യദുല്ലാഹി ഫൗഖ ഐദീഹിം, അതിനൊക്കെ വ്യാഖ്യാനിക്കണം എന്നാണ് അഹ്ലുസുന്നയുടെ സമീപനം. നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞങ്ങളുടെ വാദമാണല്ലോ നിങ്ങളും അംഗീകരിച്ചത്, അള്ളാഹ്ക്ക് കയ്യുണ്ട് എന്നാണോ നിങ്ങൾ ഈ ഹദീസ് സ്ഥിരപ്പെടുത്തുന്നുവോ എന്ന് ചോദിച്ചു. സ്വഹീഹാൻ, ഈ ഹദീസിലെ ആശയം ശരിയാണോ എന്ന് ചോദിച്ചു. അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ തങ്ങൾ പറഞ്ഞു, ശരിയാണ്. എന്നാൽ അള്ളാഹ്ക്ക് വിരലുണ്ട് എന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചു. അള്ളാഹുവിന് വിരലുണ്ട് എന്നത് നബിതങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെയാ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. ഹാദാ തശ്ബീഹുൻ വഹാദാ തജ്സീം, മുഷബ്ബിഹത്തിൻ്റെ വാദം, മുജസ്സിമയുടെ വാദം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇൽമുൽ കലാമിൻ്റെ ചർച്ചയിൽ വരുന്ന വിഷയമാണത്. അള്ളാഹു ഒരു മനുഷ്യനെ പോലെയാണെന്നോ അള്ളാഹുവിൻ്റെ മനുഷ്യരുടേതോ ജീവികളുടേതോ അവൻ്റെ സൃഷ്ടികളുടേതോ ആയ ഏതെങ്കിലും ഒരു രീതി അള്ളാഹുവിനുണ്ട് എന്ന് പറയാൻ പാടില്ല. അതാ നമ്മുടെ തൗഹീദ്. അള്ളാഹ്ക്ക് കയ്യും കാലുണ്ടെന്ന് പറയരുത്. അള്ളാഹു ഇന്ന സ്ഥലത്താണ് പറയാൻ പാടില്ല. ഇന്ന സമയവും സ്ഥലവും അള്ളാഹുവിൻ്റെ ബാധകമല്ല. അള്ളാഹ് ട്രാൻസെൻസ് ദ ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻസ്. അള്ളാഹുവിനെ ഒരു സമയത്തേക്കോ ഒരു സ്പേസിലേക്കോ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. അള്ളാഹ് ഈസ് ട്രാൻസെൻഡൻസ്. അള്ളാഹു മുനസ്സഹാൻ. അങ്ങനെ വിശ്വസിക്കേണ്ടത്. നമ്മുടെ അഖീദ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മാറുകയാണ്. അയാൾ പറഞ്ഞു, വാസിഖ് ബില്ലാഹ് പറഞ്ഞു, ഇത് തജ്സീമാണ്, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയലാണല്ലോ പച്ചയായിട്ട്. അങ്ങനെ ഹദീസിൽ വന്നില്ലേ, എന്നിട്ട് എന്താ നിങ്ങളിത് നിഷേധിക്കുന്നത്? ഇന്നത്തെയും കുഴപ്പം തന്നെയാണ്. ഹദീസിൽ വന്നല്ലോ, പിന്നെന്താ? പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹിനെ കുറിച്ച് നബി തങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ കൂടുതൽ ചെയ്തിരുന്നില്ല എന്ന് ആയിഷ ബീവിൻ്റെ ഹദീസ് ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തായി സുന്നികളൊക്കെ 20 എന്ന് പറയണത് എന്നല്ലേ പറയലേ? ഹദീസ് അങ്ങനെയല്ലേ? പിന്നെ അത് ശരിയല്ലേ? ഹദീസ് സ്വഹീഹാൻ. പക്ഷെ തറാവീഹ് 20 എന്നതിൻ്റെ തെളിവ് ഇജ്മാഅൻ, ഈ ഹദീസല്ല. ഇജ്മാഉൽ മുസ്ലിമീൻ, ഹദീസും ഖുർആനും കഴിഞ്ഞ് ഇജ്മാഉം ഖിയാസുണ്ട്, ദീനിൻ്റെ പ്രമാണമാണ്. ഇജ്മാ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു വിഷയം ഒരു ഹദീസ് വെച്ചിട്ടാണ് നമ്മുടെ പുത്തനാശയക്കാർ ചർച്ച ചെയ്യുക. അത് ഹദീസ് കൊണ്ടല്ല, ഹദീസല്ല. 20 റക്അത്താണ് തറാവീഹ് എന്നതിൻ്റെ പ്രമാണങ്ങൾ. നമ്മൾ ഹദീസുകൾ ഒരു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് വെച്ചിട്ട് അങ്ങോട്ട് ചർച്ച നടത്തുകയാണ്. ആ ഹദീസല്ല അതിൻ്റെ തെളിവ്. ആ ഹദീസിനപ്പുറം ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ
ഏകോപിച്ച വിഷയമാണ്. the general consensus of the ulama, ഈ ഉമ്മത്തിന്റെ പൊതുവായ അംഗീകാരമുള്ള ഇജ്മാഉള്ള വിഷയമാണ്. അതാണ് തറാവീഹ് 20ന്റെ തെളിവ്. ഹദീസുകൾ നമുക്ക് ഓതാം, തിരിച്ചിങ്ങോട്ടും ഹദീസ് പറയാം. പക്ഷെ ദീനിന്റെ പ്രമാണങ്ങൾ ഹദീസ് മാത്രമല്ല എന്ന് നമ്മുടെ പുത്തനാശയക്കാർ മനസ്സിലാക്കുന്നില്ലല്ലോ. വലിയ അത്ഭുതമാണ്. ഉസൂലുകൾ, ജമ്മുൽ ജവാമിയോ ഏതെങ്കിലും ഒരു ചെറിയതോ വലുതോ ആയ കിതാബുകൾ അവരൊന്ന് എടുത്തു നോക്കിയാൽ തീരാവുന്ന വിഷയമുള്ളൂ. നമ്മുടെ ഈ സംവാദങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. അള്ളാഹു അവർക്കും നമുക്കും അള്ളാഹു ഇൽമു തരട്ടെ, ഇൽമിൽ അള്ളാഹു ബറക്കത്ത് തരട്ടെ. ഈ ചോദ്യമാണ് ഇയാൾ ചോദിക്കുന്നത്. വാസിഖ് ബില്ലയുടെ ചോദ്യം അതാ. കണ്ടില്ലേ ഹദീസിൽ അള്ളാഹിന്റെ വിരൽ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അള്ളാഹ്ക്ക് വിരലുണ്ട് എന്ന് വന്നില്ലേ? മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇക്ക് ദേഷ്യം വന്നു. ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മാ അൻത വൽ ഇൽം, നിങ്ങൾക്ക് ഇൽം എന്തറിയാം, ദീനിന്റെ ഇൽം എന്തറിയാം, വാട്ട് ക്രെഡിബിലിറ്റി ഡു യു ഹാവ്, എന്ത് ദീൻ പറയാനുള്ള എന്ത് അർഹതയാ നിങ്ങൾക്കുള്ളത്? ഹദീത്ത് വെച്ച് അർത്ഥം വെക്കേ, നിങ്ങൾ രാജാവോ? അദ്ദേഹം ചോദിച്ചു. എന്നിട്ടങ്ങട്ട് ദേഷ്യം അടക്കാൻ പറ്റിയില്ലേ, ഒരു വാക്കുകൂടെ അങ്ങോട്ട് പറഞ്ഞുപോയി. അതെന്താണെന്നറിയോ? കൈഫ തതകല്ലമു ഫീ മസായിലിൽ ഇൽമി വഅൻത ലാ തുത്ഖിനുഹാ, നിങ്ങൾക്കറിയാത്ത വിഷയം നിങ്ങൾ എങ്ങനെയാണ് ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇന്നമാ അൻത നുത്ഫത്തു സക്റാനിൻ, ഇന്നമാ അൻത നുത്ഫത്തു സക്റാനിൻ ഫീ റഹിമി ഖൈന, പാട്ടുപാടുന്ന ഒരു അടിമപ്പെണ്ണിന്റെ ഗർഭാശയത്തിൽ ഒരു കള്ളുകുടിയനായ മനുഷ്യന്റെ ബീജത്തിൽ നിന്നുണ്ടായ ആളല്ലേ നിങ്ങളാണോ ഹദീസിനെ പറ്റി പറയുന്നത്? സുബ്ഹാനല്ലാഹ്. വാപ്പ കള്ളു കുടിച്ചിട്ട് ഒരു അടിമപ്പെണ്ണിന്റെ കൂടെ കിടന്നിട്ടുണ്ടായ മോനാണ് ഈ വാസിഖ് ബിൽ. അത് മൂപ്പർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. പക്ഷെ ആരും ഇത് പറയൂല. ഇദ്ദേഹം കണ്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് അർത്ഥം വെച്ചിട്ട് ആലിമീങ്ങൾ പറഞ്ഞു തരുന്ന അർത്ഥം തെറ്റാണ് എന്ന് നീ പറയാ അല്ലേ? അത് പറയാൻ എന്ത് യോഗ്യത നിനക്കുണ്ട് വാസിഖേ? എന്ത് യോഗ്യതയുണ്ട്? നീ എന്ന് പറയുന്നത് കള്ളുകുടിയനായ ഒരു പിതാവിന്റെ ബീജം പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു അടിമപ്പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് കടന്നുണ്ടായ മോനല്ല നീ. അല്ലാഹ്, വാസിഖ് കണ്ട് തലതാഴ്ത്തിപ്പോയി. തലതാഴ്ത്തിന്ന് മാത്രമല്ല, പിന്നെ അയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ? പിടിച്ചു കൊണ്ടുപോയി തുറങ്കലിൽ അടക്കണം അഹ്മദ് ബിൻ നസ്റിനെ എന്ന് ഉത്തരവ് ചെയ്യുന്നു മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ തങ്ങൾ. നേരത്തെ പറഞ്ഞ മഹാന്തങ്ങളെ പോലെ കുരിശിലേറ്റപ്പെട്ട് ക്രൂശിക്കപ്പെട്ട മഹാനാണ് അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ. എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആനിന് വേണ്ടി വാദിച്ചതാണ്. നമ്മളെ കടം കള്ളിയും പെരല്ല കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ സ്വല്ല നടക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ എത്ര വലുതാണ്, എന്തെല്ലാം വിഷയങ്ങൾ ദീനിൻ്റെ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദീനിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രയാണ് ടെൻഷൻ അടിക്കുന്നത്. നമ്മളെ കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല പറയും. എൻ്റെ കുട്ടിക്ക് അസുഖം കൊണ്ട് ദ്വാരക്കണം കേട്ടോ, എനിക്ക് അസുഖം കൊണ്ട് ദ്വാരക്കണം കേട്ടോ, എൻ്റെ കുട്ടിക്ക് വിസ കിട്ടിയിട്ടില്ല ദ്വാരക്കണം കേട്ടോ. അൽഹംദുലില്ലാഹ്, നമുക്ക് ദ്വാരക്കാം. പക്ഷെ ദീനിൻ്റെ വിഷയങ്ങളിൽ എന്തെല്ലാമുണ്ട്. നമ്മുടെ വീടാണ് കഴിഞ്ഞാൽ അതിനപ്പുറത്തൊന്നും ലോകമില്ലേ? ലോകത്ത് ആലിമീങ്ങൾ ചെയ്യുന്ന ത്യാഗം എത്രയാണ്, പണ്ഡിതന്മാർ ചെയ്യുന്ന ത്യാഗം എത്രയാണ്. ഈ ഉമ്മത്തിലേക്ക് നമ്മുടെ ദീനും നമ്മുടെ ഖുർആനും നമ്മുടെ നിസ്കാരവും നമ്മുടെ വാങ്കുവിളിയും നമ്മിലേക്ക് കൈമാറി വന്ന പൈതൃകത്തിൻ്റെ സുശക്തമായ ആ ഒരു മനോഹരമായ മഹാസ്തംഭങ്ങളായ ആലിമീങ്ങൾ, അവരൊക്കെ കടുത്ത കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് ഈ ദീൻ നമ്മുടെ കൈകളിലേക്ക് തന്നത്. എന്നിട്ട് നമ്മൾ തർക്കിച്ചിരിക്കുകയാണ്. പള്ളിക്ക് മുമ്പിൽ പള്ളി, മദ്രസക്ക് മുമ്പിൽ മദ്രസ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകൾ. സുബ്ഹാനല്ലാഹ്. കൈ കിട്ടിയിട്ട് വാപ്പമാരൊക്കെ സമ്പാദിച്ചിട്ട് പിശുക്കന്മാരായ വാപ്പമാർ മരിച്ചുപോയാലുണ്ട് മക്കൾ വാപ്പയുടെ സമ്പത്തിനെ ചൊല്ലി തർക്കിക്കൽ. അതുപോലെയാ നമ്മുടെ കഥ. സുബ്ഹാനല്ലാഹ്. ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കൈകളിലേക്ക് മഖ്ദൂമി കുടുംബങ്ങളിലൂടെ ആലിമീങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ മഹത്തായ ദീൻ നമ്മൾ അത് വെച്ച് കളിക്കുകയാണ്. എവിടെ? നമ്മുടെ തലകളിൽ കത്തുന്ന നേരത്ത് നമ്മൾ മലകളിൽ കത്തുന്നതാ കാണുന്നത്. നമ്മുടെ സ്വന്തം കാലിനടിയിൽ നിന്ന് മണ്ണ് നീങ്ങിപ്പോകും നമ്മൾ ആരും കാണുന്നില്ല. നമ്മൾ നിലകൊള്ളുന്ന രാജ്യം എവിടെയാണ്? നമ്മുടെ ചുറ്റുപാടുകൾ എന്താണ്? ഈ ഉമ്മത്തിൻ്റെ ഭാവി എന്താണ്? ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ നമ്മുടേതായ ഒരു കൊച്ചു ലോകത്ത് കിടന്ന് കറങ്ങാണ്. മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ തങ്ങളെ കുരിശിൽ തറക്കപ്പെട്ടത് കാണുമ്പോൾ
മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ ഇമാമാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദാ റജുലുൻ ഖദ് ഖളാ മാ അലൈഹി സുലിബ മുസിറൻ അലൽ അഖീദത്തി സ്വഹീഹ. ഈ മഹാനായ മനുഷ്യൻ ഒരു പണ്ഡിതൻ ചെയ്യേണ്ട ധർമ്മം ചെയ്തിരിക്കുകയാണ്. സത്യസന്ധമായ മാർഗത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ കുരിശിലേറ്റപ്പെട്ടത് എന്ന് അഹ്മദ് റളിയല്ലാഹു അൻഹു ആ മഹാനെ നോക്കി പറയുമായിരുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരും ഇതുപോലെ ജയിലിലടക്കപ്പെട്ട ആളാണ്. ജയിലിൽ 40 കൊല്ലം. 40 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കാലം. എത്രയോ ജയിലുകളിൽ എത്രയോ നിരപരാധികൾ കിടക്കുന്നുണ്ട്. നിരപരാധികൾ. ഒമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം നാടുകടത്തപ്പെടുന്ന ആളുകൾ, ദീനിൻ്റെ പ്രബോധകന്മാർ, ജാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ എം അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ, അവർ ഏതെല്ലാം ആശയങ്ങളോ ഏതെല്ലാം ചിന്താഗതികളോ ആകട്ടെ, മൊത്തത്തിൽ ഇസ്ലാമിക പ്രചാരകർ എന്നറിയപ്പെടുന്ന ആളുകളാണ്. ഇസ്ലാമിനോടുള്ള വിരോധം, അവർ ഏതെങ്കിലും ആശയങ്ങളിൽ ഇസ്ലാമിൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ടത് കൊണ്ടല്ല അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടുന്നത്, മുസ്ലിമായതിൻ്റെ പേരിലാണ്. അല്ലേ? നമ്മൾ അങ്ങനെ വീക്ഷണങ്ങൾ, കാര്യങ്ങളെ നമ്മൾ അങ്ങനെ വ്യക്തതയോടുകൂടെ നോക്കിക്കാണുമ്പോൾ നമ്മൾ അറിയണം, ഇസ്ലാം പരീക്ഷണങ്ങൾ അതിജീവിക്കുന്ന ദീനാണ്. ഞാൻ ചൊല്ലിവെച്ച ആ ഒരു കവിത മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റേതാണ്. മുഹമ്മദ് അലി ജൗഹർ അന്ത്യവിഷമം കൊള്ളുന്ന മസ്ജിദുൽ അഖ്സയിലാണ്. നമ്മുടെ ചെങ്കടൽ കണ്ട ആളുകൾ തീർച്ചയായും മസ്ജിദുൽ അഖ്സ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒന്ന് കൈപൊക്കിയാട്ടെ കണ്ടിട്ടുണ്ടെങ്കിൽ. മസ്ജിദുൽ അഖ്സ, മാഷാ അല്ലാഹ്. മസ്ജിദുൽ അഖ്സ നിങ്ങൾ പോയിട്ടുണ്ടോ? മസ്ജിദുൽ അഖ്സയിൽ, മസ്ജിദുൽ അഖ്സയിൽ നമ്മൾ പള്ളിയിലേക്ക് നിന്നാൽ പള്ളിയുടെ മിഹ്റാബ് നമ്മുടെ മുമ്പിലാണെങ്കിൽ നമ്മുടെ വലതുഭാഗത്ത് ഹാദാ ദരീഹ്, ഇത് മൗലാന മുഹമ്മദ് അലി ജൗഹർ അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഖബറാൻ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കാണാൻ പറ്റും, വലതുഭാഗത്ത് സിയാറത്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെന്നാൽ കുറച്ച് താഴെയാണ് ബുറാഖിനെ കെട്ടിയിട്ട വട്ടക്കണ്ണിയുള്ളത് മെഹറാജിന് പോകുമ്പോൾ. അതൊക്കെ ഇന്നും അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ അനശ്വരമായ കവിതയാണത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബിൻ്റെ പേരക്കിടാവ് കർബലായിൽ ദാരുണമായി യസീദിൻ്റെ ശിങ്കിടിമാരാൽ അറുകൊല ചെയ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് അലി ജൗഹർ അതിനെക്കുറിച്ച് പാടിയതാണ്. ഖത്ലേ ഹുസൈൻ, ഖത്ലേ ഹുസൈൻ ദർ അസ്വൽ മർഗെ യസീദ് ഹൈ, ഖത്ലേ ഹുസൈൻ ദർ അസ്വൽ മർഗെ യസീദ് ഹൈ, ഇസ്ലാം ജിന്ദ ഹോതാ ഹൈ ഹർ കർബലാ കെ ബാദ്. കർബലായിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണമല്ല, മർഗെ യസീദ് ഹൈ, മഹാനവറുകളെ കൊല്ലാൻ പ്രേരണ ചെയ്ത യസീദിൻ്റെ മരണമാണ്. യസീദാണ് അവിടെ മരിച്ചത്, ഹബീബിൻ്റെ പേരക്കുട്ടിയല്ല. ഇസ്ലാം ജിന്ദ ഹോതാ ഹൈ, ഇസ്ലാം ജിന്ദ ഹോതാ ഹൈ ഹർ കർബല കെ ബാദ്. ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചു കൊണ്ടിരിക്കും. ഏതൊരു പ്രയാസത്തിന് ശേഷവും ഈ ദീനതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെ പറ്റില്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഇല്ലായ്മ ചെയ്യുകയും പുതിയ ചില ആളുകളെ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ രീതി. നമ്മളെ കൊണ്ടല്ല ഇസ്ലാം നിൽക്കുന്നത്, അത് അള്ളാഹുവിൻ്റെ റബ്ബാനിയായ ദീനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനും ഈ ഇസ്ലാമും ഞാനാണ് ഇറക്കിയത്, അത് ഞാൻ ഉദ്ദേശിക്കുന്ന കാലം വരേക്കും അവിടെ നിലനിർത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ്, ഞാനത് ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. പക്ഷെ അതിൽ കൂടിയാൽ നമുക്ക് രക്ഷപ്പെടാം. നമ്മളാരും ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റബ്ബാനിയായൊരു തിരുനോട്ടത്തിൽ നിലനിൽക്കുന്ന ദീനാണത്. ഇസ്ലാം മുസ്ലിങ്ങളെ കൊണ്ടാണെങ്കിൽ ഇന്ന് ഇസ്ലാം ലോകത്തുനിന്ന് ഇസ്ലാം നിലനിൽക്കുന്നത് മുസ്ലിമീങ്ങളെ കൊണ്ടാണെങ്കിൽ, അത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ, ഇസ്ലാം എന്നോ മൺമറഞ്ഞു പോയിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം കൊണ്ടാണ്. നമ്മളാരും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിലും അള്ളാഹു ചില ആളുകളെ കൊണ്ട് ഇവിടെ നിലനിർത്തും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതാണ് ഈ കാണുന്ന അത്ഭുതങ്ങൾ. ജഹാമേ അഹ്ലെ ഈമാൻ, ജഹാമേ അഹ്ലെ ഈമാൻ, സൂറത്തെ ഖുർശീദ് ജീത്തെ ഹൈ,
जहां में अहले ईमान सूरते खुर्शीद जीते हैं, इधर डूबे उधर निकले, उधर डूबे इधर निकले। इस्लाम की फितरत में, इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे। ഇസ്ലാം ലോകത്ത് നിലനിൽക്കുന്നത് സൂര്യനെ പോലെയാണ്. ഇസ്ലാം നിലനിൽക്കുന്നത് സൂര്യശോഭയെ പോലെയാണ്. നിത്യമായ അസ്തമയമില്ല. ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും, അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും. ഇസ്ലാമിന് നിത്യമായ ഒരു അസ്തമയമില്ല എന്ന് പാടിപ്പോയ ഇഖ്ബാൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം കി ഫിത്രത്ത് മേ कुदरत ने लचक दी है, इस्लाम की फितरत में कुदरत ने लचक दी है, ये उतना ही उभरेगा जितना के दबाओगे. ഇസ്ലാം ഒരു റബ്ബർ ബന്ധ പോലെയാണ്. എത്രയാണോ നിങ്ങൾ അതിനെ എത്രയാണോ എറിയുന്നത്, ആ സ്പീഡിൽ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. താഴേക്കെറിഞ്ഞാൽ അത് മേലോട്ട്, താഴേക്കെറിഞ്ഞാൽ മേലോട്ട് പൊന്തുന്ന പോലെ അടിച്ചമർത്തുമ്പോൾ ഇസ്ലാം അതിലേറെ ശക്തിയോടുകൂടെ തിരിച്ചു വരും. നമ്മുടെ സഹോദരിമാർ ഇസ്ലാമിൻ്റെ സംസ്കാരമോ വേഷമോ ഇസ്ലാമിൻ്റെ ആചാരമോ കൊണ്ടു നടക്കാതിരുന്നാൽ എന്ത്? എത്രയോ വലിയ വലിയ ആളുകൾ ഈ ദീനിൻ്റെ ഹിജാബ് ധരിക്കാൻ മുന്നോട്ട് വരികയാണ്. ഞാനിപ്പോൾ ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു. സിനീഡ് ഓ കോണർ എന്ന് പറയുന്ന ഐറിഷുകാരിയായ ഒരു സിംഗറുണ്ട്. വലിയ വലിയ ഹിറ്റ് ഗാനങ്ങളൊക്കെ ലോകത്തിന് സമ്മാനിച്ച ഒരു ഐറിഷ് പാട്ടുകാരിയാണ്. സിനീഡ് ഓ കോണർ അവരുടെ പേര് സിനീഡ് ഓ കോണർ. അവരിന്ന് ഹിജാബ് ധരിച്ച പെണ്ണാണ്. അവർ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു, ഐ ഹാവ് അക്സെപ്റ്റഡ് ഇസ്ലാം, ഞാൻ ഇന്നു മുതൽ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഐറിഷുകാരിയാണ്. നമ്മൾ ആലോചിക്കണം, യൂറോപ്പിൽ ഇസ്ലാം അടിച്ചു കയറാണ്. മുസ്ലിമീങ്ങളായ ആളുകളെപ്പോലും കവച്ചു വെക്കുന്ന ഈമാനിക പ്രഭയിൽ മുസ്ലിം പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഹിജാബ് വേണം. നമ്മളെ പെൺകുട്ടികളെ ഹിജാബ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ടോ നോക്കി നടക്കുന്നത്. ഹിജാബ് ഞങ്ങൾക്ക് വേണം. മോം ഐ ആം എ മുസ്ലിം. അമേരിക്കക്കാരി പെൺകുട്ടികൾ ഉമ്മ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു പറ്റം കനേഡിയൻ മുസ്ലിമീങ്ങളുടെ ഒരു പറ്റം യുവതികളുടെ ഒരു 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 യൂട്യൂബ് കാണാൻ കഴിയും. മം ഐ ആം എ മുസ്ലിം, ഉമ്മ ഞാൻ മുസ്ലിമാണ് കേട്ടോ. വൈ ബ്രിട്ടീഷ് ഗേൾസ് ആക്സെപ്റ്റ് ഇസ്ലാം? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരായ പെൺകുട്ടികൾ ഇസ്ലാം സ്വീകരിക്കുന്നത്? യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അവർ പറയാ, ശരീരം കാണിച്ച് ഞങ്ങൾ കുറേ നടന്നു, ശരീരത്തിൽ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ച് സ്ട്രീറ്റിലും ബീച്ചിലൊക്കെ ഞങ്ങൾ നടന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ആട്ടും തുപ്പുമാണ്. ഞങ്ങളെ നോക്കുന്ന കഴുക കണ്ണുകൾ. പക്ഷേ വ്യഭിചാരം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ചവറ്റുകൊട്ടയിൽ എറിയുന്ന വേസ്റ്റ് പോലെ ഞങ്ങൾ നടന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഹിജാബിലേക്ക് വന്നപ്പോൾ വി ഗോട്ട് ഓണർ, ഞങ്ങൾക്ക് ബഹുമാനം കിട്ടി, റെസ്പെക്ട്സ്, ആദരവ് കിട്ടുന്നു. മനുഷ്യത്വം ഇവിടെയാണ്. ഒരു പെണ്ണവളുടെ ശരീരം മറച്ചാണ് നടക്കേണ്ടത്, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് അഴിഞ്ഞാടി നടന്ന ഒരു സമൂഹം ഹിജാബ് ധരിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ യുക്തിവാദികൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് മുസ്ലിം പേരുള്ള യുക്തിവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് സൂക്ഷിച്ചോളിൻ. ഒരു ജബ്ബാർ മാഷും ഒരു അയ്യൂബ് മാഷൊക്കെ ഉണ്ട്, അയ്യൂബ് മൗലവിയൊക്കെ ഉണ്ട്. യുക്തിവാദികളാ. പക്ഷേ എവിടെ നിന്ന് കിട്ടിയെന്നാവോ ഈ പേര്? ആ കുടുംബത്തിന്, ഈ ഉമ്മച്ചിനെ അപമാനമായിട്ട് വരികയാണ്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. പ്രസംഗിക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ആളുകളൊക്കെ ഫ്രീ തിങ്കേഴ്സ്, അങ്ങനെയുണ്ട് ഒരു വിഭാഗം വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ. ഫ്രീ തിങ്കേഴ്സ് ദയവ് ചെയ്തിട്ട് അടുപ്പിക്കണ്ട. ഈമാൻ അങ്ങോട്ട് ഊരിക്കൊണ്ടുപോയതിന് ശേഷമേ നമ്മൾ അറിയുള്ളൂ. ഇവരൊക്കെ ബോധം തെളിഞ്ഞ് വരുമ്പോഴേക്കും വണ്ടി പോയി മുമ്പോട്ടെത്തിയിട്ടുണ്ടാവും. ഇവർക്ക് ബോധം തെളിയുമ്പോഴേക്കും ഇവരെ കേട്ടുപഠിച്ച ആളുകളൊക്കെ യുക്തിവാദത്തിലൂടെ മരിച്ചു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന നമ്മുടെ ഇതൊന്നും യുക്തിവാദം ഒരു കുന്തം തിരിയാതെയാണ് ഇവരൊക്കെ ഈ പറയുന്നത്. ഇവർക്ക് യുക്തിവാദം തന്നെ ഇസ്ലാം ശരിയില്ല എന്ന് പറയാൻ അപ്പോൾ ഇവരാകെ പഠിച്ചത്. യുക്തിവാദം എന്താണെന്ന് ഇപ്പോഴും പറയുന്നില്ല അവർ.
യുക്തിവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. വലിയ വലിയ ജെഫ്രി ലാങ്ങിൻ്റെ സ്പീച്ചൊക്കെ കാണാൻ പറ്റും, യൂട്യൂബിലൊക്കെ കാണും. 2-3 മണിക്കൂറൊക്കെ ജെഫ്രി ലാങ്, അദ്ദേഹം യുക്തിവാദിയാണ്. An atheist perspective to Islam. ടൈപ്പ് ചെയ്താൽ മതി. An atheist perspective to Islam. ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിനെ കുറിച്ചുള്ള വീക്ഷണം. പ്രഗത്ഭനായ ജെഫ്രി ലാങ്ങിൻ്റെ, അദ്ദേഹം അമേരിക്കക്കാരനാണ്. നമ്മളെ നാട്ടിലെ യുക്തിവാദികളെ പോലല്ല, ശരിക്കുള്ള യുക്തിവാദികൾ. അവർക്ക് മനസ്സിലായി ഇസ്ലാം അതാണ് യുക്തി എന്ന് തിരിച്ചു വന്നു. യുക്തിവാദികളോട് സംവദിക്കുന്ന ഹംസ സോർക്കിസ്, ഗ്രീക്കുകാരനെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഹംസ സോർക്കിസ്. അദ്ദേഹം മുമ്പ് ആ പേരിലല്ല, അദ്ദേഹം പേര് മാറിയതാണ്. യുക്തിവാദിയായിരുന്നു, ഇസ്ലാമിലേക്ക് വന്നതാണ്. ഒരുപാട് ആളുകൾ നിരനിരയായി കിടക്കുകയാണ്. ഇവിടെ അസ്തമിക്കുമ്പോൾ അവിടെ ഉദിക്കുകയാണ്. നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇസ്ലാം വേണം, ഞങ്ങൾക്കതിനെ തരൂ എന്ന് പറഞ്ഞവർ ഓടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇസ്ലാം ജിന്ദ ഹോതാ ഹൈ ഹർ കർബലാ കെ ബാദ്. ഒരു ബീഫ് തിന്നതിൻ്റെ പേരിൽ ഒരാൾ അടിച്ചു വന്നിട്ട് കാര്യമില്ല. അവിടെ 100,000 ആളുകളെ അല്ലാഹു അതിന് പകരം കൊണ്ടുവരും. കൊന്നു തീർക്കാൻ പറ്റുന്നതല്ല ഈ ദീൻ. ഒരു ആലിമിനെ, ഒരു പ്രബോധകനെ, ഒരു പണ്ഡിതനെ തുറങ്കിലടച്ചാൽ തീരുന്നതല്ല അള്ളാഹുവിൻ്റെ ദീൻ. അതിന് പകരം 1,000 ആളുകൾ അള്ളാഹു മറ്റൊരിടത്ത് ഇറക്കിയിട്ടുണ്ടാവും. നബിതങ്ങളുടെ കാലം മുതൽ ഇനി ഖിയാമം വരെ നടക്കാൻ പോകുന്നത് അതാണ്. നമ്മളത് ശരിക്ക് ചരിത്രം വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും.